ഗുഡ് മോർണിംഗ് ഹന്ന. ഗുഡ് മോർണിംഗ്. ഹായ് ഹന്ന വക്കീൽ ഹാപ്പി അല്ലേ? മുട്ടായി. ഹന്ന ഹലോ വനജ വക്കീൽ ഹാപ്പി അല്ലേ? മുട്ടായി മുട്ടായി. നീ മുടങ്ങാണ്ട് കോടതിയിൽ ഹാജരുണ്ടല്ലോ, എന്തേലും കിട്ടുണ്ടോടി? ഒരു കമ്മീഷൻ പോലും കിട്ടണില്ലേ ചേച്ചി? എന്നാ ഏയ് ഞാൻ കൃത്യമായിട്ട് കോടതിയിൽ വന്നില്ലെങ്കിലേ എപ്പ പിടിച്ച് കെട്ടിച്ചെന്ന് ചോദിച്ചാൽ മതി. എന്തായി നിന്റെ BSNL എഞ്ചിനീയറിന്റെ കാര്യം? ആള് മോഹിച്ച് നടക്കത്തേ ഉള്ളൂ. നീ വീട്ടിലെന്താ പറഞ്ഞത്? അയാൾക്ക് നല്ല കഷിൻ്റെ ഉണ്ടെന്ന്. എടി നീ ഒന്ന് പ്രാക്ടിക്കലാവും. ഈ ട്യൂഷനും പഠിപ്പിച്ച് കിട്ടുന്ന കാശും കൊണ്ട് വക്കീലാന്ന് പറഞ്ഞ് നടന്ന് മടുത്തില്ല നിനക്ക്? ചെമ്പകമാൾ വധക്കേസിലെ പ്രതി അജയനെ കോട്ടയം ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതിയിൽ ഇന്ന് ഹാജരാക്കുന്നു. ആ ചെമ്പകമാൾ കേസിലെ പ്രതിയാ. അത് തുടങ്ങിയോ? ഈ കേസിലെ സന്തോഷ് നാരായണൻ സാർ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ആവാന്നാ കേട്ടത്. അതുകൊണ്ടാണ് എന്നോട് ഇവിടെ ഒന്ന് നിൽക്കാൻ പറഞ്ഞ. സന്തോഷ് സാറ് എന്നെ പറ്റി ചോദിക്കാറുണ്ടോ? പിന്നെ നിന്നെ പറ്റിയല്ലേ എടി, നിന്നെ പോലെ എത്ര എണ്ണം സാറിന്റെ പിന്നാലെ ജൂനിയർ ആവാൻ വേണ്ടി നടക്കണ്ടെന്ന് എനിക്കറിയൂ. പിന്നെ ആ വാശിയും പിടിച്ചിറങ്ങി പോന്ന നിന്നെ പറ്റി ചോദിക്കാൻ. ഒന്ന് പോടി. ഞാൻ ഗുമസ്തപ്പണി ചെയ്യാൻ വേണ്ടിയിട്ടല്ല സന്നദ്ധ എടുത്തത്. എനിക്ക് അങ്ങനത്തെ ഒരു വക്കീലാവുകയും വേണ്ട. SC കേസ് നമ്പർ 41/17 ചമ്പക അമ്മാൾ വധം. പ്രൈം അക്യൂസ്ഡ് അജയൻ എന്ന അജ്മൽ. ചമ്പകമാൾ കേസല്ലേ? യേശുരാണ്. മാരാനിത് മുഴുവൻ നടത്തോ അതോ വിട്ടേച്ച് പോവോ? തനിക്ക് എത്ര വയസ്സായിട്ടോ? എന്താ തന്റെ പ്രായം അറിയില്ലേ? ടെസ്റ്റ് റിസൾട്ട്സ് 2-3 കൂടി സബ്മിറ്റ് ചെയ്യാണ്ട് സർ. ഈ വരുന്ന 10-ാം തീയതിക്കകം ശരിയാവും. അപ്പൊ നമുക്ക് 16-ന് പോസ്റ്റ് ചെയ്യാം. അടുത്ത തേഴ്സ്ഡേ. യേശുരാണ്. ആ നെക്സ്റ്റ് കേസ് ചെയ്തിട്ടില്ല സാറേ. അത് ചെയ്തതിന് പുറത്തുണ്ട് സാറേ. നീ വിഷമിക്കണ്ട രാജയ. ഇനി നീ കോടതി ചൊല്ലുമ്പം ജഡ്ജിയാമാനെ ഒരു പരാതി കൊടുക്കും. നിന്നെ നുണപരിശോധനയ്ക്ക് വിടണമെന്ന് പറഞ്ഞു. അപ്പോൾ അറിയാലോ നീ പറയണത് നേരാണോ കള്ളാണോ. SC കേസ് നമ്പർ 41/17 അജയൻ എന്ന അജ്മൽ. മാരാര് മുങ്ങിയോ? റിപ്പോർട്ടുകളെല്ലാം സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് സർ. സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ വെച്ചല്ലേ? യെസ് സർ. ഓക്കെ സാർ ഞാനൊന്നും ചെയ്തിട്ടില്ല സാർ. ഞാനല്ല സാർ അത് ചെയ്തത്. സാർ രക്ഷിക്കണം സാർ. സാർ രക്ഷിക്കണം സാർ. അതെങ്കിൽ വാങ്ങിച്ച കോടതി ഇയാൾക്ക് വക്കീലില്ലേ? കോടതി വക്കീലിനെ ഏർപ്പാടാക്കി തരണോ? ഈ കേസിലെ പ്രതിയായ അജയൻ എന്ന അജ്മലിന് കോടതിയിലെ തുടർ നടപടികൾക്ക് സഹായമായി അഡ്വക്കേറ്റ് ഹന്ന എലിസബത്തിനെ ലീഗൽ എയ്ഡ് കൗൺസിലായി നിയമിച്ചിരിക്കുന്നു. എന്താ ആ ലീഗൽ എയ്ഡ് കൗൺസിൽ വേണ്ട നോക്കാണോ? എനിക്കൊരു ധൈര്യമല്ല സർ. അതെന്താ? കുറെ കാലം ആയില്ലേ കോടതി കയറി ഇറങ്ങുന്നു. ചില കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യണം. എന്താ പറ്റില്ല എന്നുണ്ടോ? അത് വലിയ കൊലപാതക കേസൊക്കെ അല്ലേ സർ. അതുകൊണ്ട് ഞാൻ എൻ്റെ കോടതിയിൽ തന്നെ പോലെ കൃത്യമായിട്ട് ഹാജരാകുന്ന അഡ്വക്കേറ്റ് വേറെ ഇല്ല. പഠിക്കാൻ താല്പര്യമുണ്ടെന്നുള്ള വിചാരം കൊണ്ടാണ് തന്നെ ഇത് ഏൽപ്പിക്കാൻ തീരുമാനിച്ചത്.
പക്ഷേ സർ അയാൾ എന്നെ കൊന്നതെന്ന് കൊല ചെയ്തത് ആരാണെന്നൊക്കെ ട്രയൽ കഴിഞ്ഞല്ലേ തീരുമാനിക്കാൻ പറ്റൂ. ഒരു കേസിൽ നീതി നടപ്പാക്കാൻ വേണ്ടി കോടതിയെ സഹായിക്കുക എന്നുള്ളതാണ് വക്കീലിൻ്റെ പണി. തനിക്ക് ആ പണി നന്നായി ചെയ്യാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ് തന്നെ അത് ഏൽപ്പിക്കാമെന്ന് വിചാരിച്ചത്. അല്ലാതെ തന്നോട് സ്പെഷ്യൽ ഫേവറൊന്നുമില്ല. മനസ്സിലാവുന്നുണ്ടോ? ആ പോക്കോ. സർ ചെമ്പകമ്മാൾ കേസിന്റെ ജൂൺ മാസം 18-ാം തീയതി അർദ്ധരാത്രി 12:30 മണിക്ക് പ്രതി അജയൻ എന്ന അജ്മൽ എന്നയാൾ കവർച്ച നടത്തണമെന്നുള്ള ഉദ്ദേശത്തോടും കരുതലോടും കൂടി മുരുക കാറ്ററിംഗ് എന്ന സ്ഥാപനം നടത്തുന്നവരുമായ ചെമ്പകം എന്ന സ്ത്രീ ഒറ്റയ്ക്ക് താമസിച്ചു വരുന്നതുമായ ഓടിട്ട വീടിന്റെ മേൽക്കൂരയിലേക്ക് ഭരതേട്ടൻ നിന്നെ എത്ര അന്വേഷിച്ചെന്നോ? ഫോൺ വിളിച്ചൊന്ന് എടുത്തൂടെ? സന്തോഷ് നാരായണൻ സാറിൻ്റെ അടുത്തുനിന്ന് പോന്നേ പിന്നെ ഈ ലൈബ്രറിയുടെ നടത്തിപ്പ് ഞാനങ്ങ് ഏറ്റു. ഇവിടെയും ക്രിക്കറ്റ് കളി തന്നെയാണല്ലോ. അത് പിന്നെ നമ്മുടെ ജീവനല്ലേ, അത് വിട്ടൊരു കളിയില്ലെന്ന് നിനക്കറിഞ്ഞൂടെ? അതുപോട്ടെ, നീ എന്തിനാ വിളിച്ചത്? ഭരതേട്ടാ, ചെമ്പകമ്മാൾ മർഡർ കേസിലെ ലീഗൽ എയ്ഡ് ഞാൻ എടുത്തു. അത് നന്നായി. ഇത് പറയാനാണോ നീ ഇപ്പോൾ ഇവിടം വരെ വന്നത്? അല്ല, ആദ്യമായിട്ടൊരു കേസ് വാദിക്കാൻ പോവല്ലേ. എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേറെ ആരോ ഉള്ളേ? നീ ആ കളി കണ്ടോ? ഇതില് ഒരു ബോളർ ചിലപ്പോൾ എല്ലാ ബോളും വിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ടല്ല എറിയുന്നത്. അതെപ്പോഴോ വരാനിരിക്കുന്ന ഒരു വിക്കറ്റ് ടേക്കിംഗ് ബോളിന് വേണ്ടിയിട്ടുള്ള കളമൊരുക്കലാണ്. മനസ്സിലായി? അതായത് ഇത് നീ എറിയാൻ പോകുന്ന ആദ്യത്തെ ബോളാണ്. വിക്കറ്റ് തെറിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യട്ടെ, പക്ഷേ ഈ ഒറ്റ ബോളോടുകൂടി നിന്റെ ഒരു സ്റ്റൈലും ഫിഗറും ഡെഡിക്കേഷനും ഒക്കെ ലോകം മുഴുവൻ തിരിച്ചറിയും. പിന്നെ ഏത് ബാറ്റ്സ്മാനും നല്ല ബഹുമാനത്തോടെ നിന്റെ മുമ്പിൽ നിൽക്കുള്ളൂ. യു പ്രൊസീഡ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.